കാർമേഘം ഒഴിയുന്നു. ഇനി വരും ദിവസങ്ങളിൽ കൊടും ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് പ്രവചിക്കപ്പെടുന്നതും. എന്നാൽ എവിടെയും പ്രത്യേക അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരള, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലായിരുന്നു. ലക്ഷദ്വീപ് പ്രദേശത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. ഇന്നും നാളെയും ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴയായിരുന്നു വടക്കൻ ജില്ലകളിൽ ലഭിച്ചിരുന്നത്. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് മുന്നറിയിപ്പ് നൽകേണ്ട വിധത്തിൽ മഴ ഉണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. വിവിധ ജില്ലകളിൽ നൽകിയിരിക്കുന്ന അലേർട്ടുകൾ കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമലയിൽ സന്നിധാനത്തും നിലയ്ക്കലും പമ്പയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ഫിഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കേരളത്തിൽ ശക്തമായ മഴയാണ് പെയ്തുറങ്ങിയതും. കൂടുതലും വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. വിവിധയിടങ്ങളിൽ പേമാരി പെയ്തിറങ്ങിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെ 8:30 വരെയുള്ള കണക്കു പ്രകാരം 24 മണിക്കൂറിൽ വടക്കൻ കേരളത്തിൽ തീവ്ര മഴയാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2 350 മില്ലിമീറ്ററിലധികവും 71 100 മില്ലിമീറ്ററിലധികവുമാണ് മഴ പെയ്തിറങ്ങിയിരിക്കുന്നത്. മഞ്ചേശ്വരത്തും ഉപ്പളയിലുമാണ് 24 മണിക്കൂറിൽ 350 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചിരിക്കുന്നത്. 378.2 മില്ലിമീറ്റർ മഴ ലഭിച്ച മഞ്ചേശ്വരത്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ. ഉപ്പളയിലാകട്ടെ 358 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതേസമയം മഴ മൂടിക്കെട്ടിയ കാലാവസ്ഥയും വിളവെടുപ്പ് കാലത്ത് കർഷകർക്ക് വിനയായിരിക്കുന്നു. ഡിസംബറിൽ പതിവില്ലാത്ത മഴയും മേഘാവൃതമായ അന്തരീക്ഷവും കാപ്പി, നെൽ കർഷകരെയാണ് കൂടുതലായും ബാധിച്ചിരിക്കുന്നത്. നെല്ല് വിളഞ്ഞ് പലയിടത്തും കൊയ്യാൻ പാകമായിരിക്കുകയാണ്. കാപ്പിയുടെ പ്രധാന വിളവെടുപ്പും ഡിസംബറിലാണ് നടക്കുന്നത്. ജില്ലയിൽ എല്ലായിടത്തും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ ലഭിക്കുന്നുണ്ട്. കൂടാതെ വരുന്ന 5 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് നെൽകർഷകർ ഭീഷണിയിലായിരുന്നു. തിരുനെല്ലി ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. വിളഞ്ഞ് കൊയ്യാറായി കിടക്കുന്ന നെൽച്ചെടികൾ മഴയത്ത് വയലിൽ വീണു പോവുകയാണ് എന്ന് തിരുനെല്ലിയിലെ നെൽകർഷകർ സന്തോഷ് പറഞ്ഞിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊയ്ത്തിനും പ്രയാസമാകുന്നു. ചോമ, തൊണ്ടി, ഗന്ധകശാല വിത്തുകളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. മഴയത്ത് നെൽക്കതിരുകൾ വേഗം ചാഞ്ഞ് വീഴും. മഴ തുടർന്നാൽ ഇവ പാടത്ത് മുളയ്ക്കാനും സാധ്യതയുണ്ടെന്നാണ് സന്തോഷ് പറയുന്നത്. കൊയ്ത്ത് നടത്തിയാലാകട്ടെ കൊയ്തിടുന്നവ വെയിലില്ലാത്തതിനാൽ എങ്ങനെ ഉണങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാപ്പി നേരത്തെ പുഴുകുത്തുന്നതിന് പിന്നാലെ ഡിസംബറിൽ കാലം തെറ്റി മഴ പെയ്തതും കാപ്പി കൃഷിക്ക് വലിയ ദോഷം വരുത്തുകയാണ്. ഡിസംബറിലാണ് പ്രധാനമായും വിളവെടുപ്പ് സമയമെങ്കിലും പല പ്രദേശങ്ങളിലും കാപ്പിക്കുരു നവംബറോടെ തന്നെ പഴുത്തു തുടങ്ങി കഴിയും. ഇവ വിളവെടുക്കുന്നതിനിടയിലാണ് മഴ പെയ്യുന്നതും. മഴയും ഈർപ്പമുള്ള കാലാവസ്ഥയും ആയതിനാൽ തന്നെ കാപ്പി ഉണങ്ങാൻ കഴിയുന്നില്ല എന്നും കർഷകർ പറയുന്നുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടർന്നാൽ കാപ്പി പൂത്തുപോകും എന്നും പറയുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല കാപ്പിത്തോട്ടങ്ങളിലും ഉൽപാദനവും കുറവാണിപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.